മാത്യു സാറിന്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോഴും ഹരിയുടെ ചിന്ത എവിടെയോ ആയിരുന്നു. രാഹുലും രാജേഷും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. മേ ഐ കമിൻ സർ? യെസ് കം. മൂവരും അകത്തേക്ക് ചെന്നു. അവിടെ മുജീബ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മുജീബ്, നീ എത്തിയോ? മാത്യു സർ വിളിച്ച് രാവിലെ തന്നെ എത്തിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഹരി, മൂന്നാളും വാ, ഇരിക്ക്. രാവിലെ തന്നെ എത്തണം എന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. മാത്യു ഒരു ഫയൽ ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഹരി അത് തുറന്നു നോക്കി. നിങ്ങളുടെ അന്വേഷണത്തിന് സഹായിക്കും ഇത്. കൂടാതെ ആദിത്യനൊപ്പം കാണാതെ പോയ 3 പേരുടെ ഡീറ്റെയിൽസ് കൂടി അതിലുണ്ട്. എല്ലാവരും അത്ര സാമ്പത്തികമുള്ള ചുറ്റുപാടിൽ ഉള്ളവരല്ല. അതുകൊണ്ട് തന്നെ കേസ് മുന്നോട്ടു പോയില്ല. ഇതിപ്പോൾ ആദിത്യന്റെ തിരോധാനം അന്വേഷിക്കാൻ കാരണം തന്നെ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അവൻ എങ്ങോട്ട് പോയെന്നോ, എങ്ങനെ പോയെന്നോ, മരിച്ചു എന്നോ, ജീവിച്ചിരിപ്പുണ്ടോ എന്നോ ഒന്നും അറിയില്ല. കണ്ടെത്തേണ്ട ജോലിയാണ് നിങ്ങളുടേത്. കോടതി ഇടപെട്ട കേസാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക പെർമിഷനോടെ ഈ കേസിൽ ഞാൻ നിങ്ങളുടെ ഈ ടീമിനെ തന്നെ ഏൽപ്പിക്കുന്നത്. തീർച്ചയായും സർ, ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. അപ്പോൾ ഹരി എഴുന്നേറ്റ് മാത്യു സാറിന് കൈ കൊടുത്തു. മറ്റുള്ളവരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് പുറത്തേക്കിറങ്ങി. ആ ഹരി, പുറത്ത് മീഡിയ ഉണ്ടാകും. ആദിത്യന്റെ തിരോധാനം അത്രയേറെ കോളിളക്കം സൃഷ്ടിച്ചു, അറിയാമല്ലോ. അറിയാം സർ. അവൻ പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി. മാത്യു സർ പറഞ്ഞതുപോലെ മീഡിയ വെയിറ്റിംഗ് ആണല്ലോ ഹരി, മുജീബ് ഹരിയോട് പറഞ്ഞു. എങ്കിൽ നമ്മളിപ്പോൾ മീഡിയയെ കാണുന്നില്ല, ഓക്കെ? അവർ മറ്റൊരു വാതിലിലൂടെ പോകാനായി ഇറങ്ങിയപ്പോഴാണ് വിസിറ്റേഴ്സ് ബെഞ്ചിൽ പ്രായമായ 2 പേർ ഇരിക്കുന്നത് അവർ കണ്ടത്. അത് ആദിത്യന്റെ അച്ഛനും അമ്മയുമാണ്, രാഹുൽ പറഞ്ഞു. ഹരി അവർക്കരികിലേക്ക് ചെന്നു. പിന്നാലെ ബാക്കിയുള്ളവരും. അവനെ കണ്ട് അവർ എഴുന്നേറ്റു. ഹരി അവരെ പിടിച്ച് വീണ്ടും അവിടെ ഇരുത്തി. ഞാൻ ഹരികുമാർ. ആദിത്യൻ കേസ് അന്വേഷിക്കുന്നത് ഞങ്ങളാണ്. നിങ്ങളിവിടെ വന്ന കാര്യം? അതല്ല സർ, ആണും പെണ്ണുമായി അവൻ ഒന്നേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അവനെ കാണാതായതു മുതൽ കേറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ ആരും ഒന്നിനും സഹായിച്ചില്ല. അതുകൊണ്ടാണ് കേസ് കൊടുത്തത്. അവർ ഒരു കവർ ഹരിയുടെ കയ്യിൽ കൊടുത്തു. ഇത് അവന്റെ ഡയറിയുമൊക്കെയാണ്. സാറിന് ചിലപ്പോൾ സഹായമായെങ്കിലോ എന്റെ കുഞ്ഞിനെ കണ്ടെത്താൻ. ആ അച്ഛന്റെ പ്രതീക്ഷയോടെയുള്ള സംസാരം അവരുടെ നെഞ്ചിനുള്ളിലൊരു നോവ് പടർത്തി. ഈ ഡയറിയൊന്നും പോലീസ് കൊണ്ടുപോയിരുന്നില്ലേ? ഇല്ല. പലതവണ ഞങ്ങളത് പറഞ്ഞെങ്കിലും അവരതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. മാത്രമല്ല, ഒരു ചടങ്ങ് പോലെ മാത്രമേ അവർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മുന്നോട്ട് തന്നെ വന്നത്. ഞങ്ങളുടെ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നറിയണം. അവൻ ജീവനോടെയുണ്ടോ അതോ? അയാൾ പകുതിക്ക് നിർത്തി. ആ സ്ത്രീ പെട്ടെന്ന് വിതുമ്പിക്കരയാൻ തുടങ്ങി. അയാൾ ഹരിയെയും മറ്റുള്ളവരെയും ഒന്നുകൂടെ നോക്കി. ഇത് മാത്യു സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സാറിന് പരിചയമുണ്ടോ? ഇല്ല. പക്ഷെ അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം തന്നതും കൂടെ നിന്നതും. പോട്ടെ. അവരെ നോക്കി കൈകൂപ്പി അയാൾ ആ സ്ത്രീയെ ചേർത്തു പിടിച്ച് അവിടെ നിന്നും നടന്നകന്നു. ഹരി കയ്യിലിടുന്ന കവറിലേക്കും അവർ പോയ വഴിയിലേക്കും മാറി മാറി നോക്കി. കാർ നിന്നപ്പോൾ 3 പേരും പുറത്തേക്ക് നോക്കി. SVK ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കുമാരപുരം. രാഹുൽ അവിടെ കണ്ട ബോർഡ് വായിച്ചു. വലിയൊരു ക്യാമ്പസായിരുന്നു അത്. നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ശരിക്കും കാടിനുള്ളിലുള്ള കോളേജ് പോലെ അല്ലേ ഹരി? ഒരാളെ കൊന്നിട്ടാൽ പോലും അറിയില്ല. രാജേഷ് ഡോർ തുറന്ന് പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു. പിന്നാലെ ഹരിയും രാഹുലും മുജീബും ഇറങ്ങി. ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. മാത്യു സർ തന്ന ഫയലിലുള്ള കാണാതായ കുട്ടികളും ഈ കോളേജിൽ പഠിച്ചിരുന്നതാണ്. എല്ലാ തിരോധാനങ്ങൾക്കും പിന്നിൽ ഒരു സമയക്രമമുണ്ട്. അതെനിക്കും തോന്നിയിരുന്നു ഹരി. ഈ 3 പേരല്ലാതെ വേറെ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നും നമുക്കറിയണം. ഹരി ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു. പെട്ടെന്ന് ഹരിയുടെ കയ്യിലെ ലോക്കറ്റ് ഒന്ന് വിറച്ചു. അവനു മുന്നിൽ കുറച്ചു ദൂരെയായി ഒരു കറുത്ത പുകരൂപം അവൻ കണ്ടു. അവൻ കണ്ണിമ ചിമ്മാതെ അങ്ങോട്ടേക്ക് നോക്കി നിന്നു. രാവിലെ ഇറങ്ങിയപ്പോൾ കണ്ട അതേ കറുത്ത രൂപം. തനിക്കപ്പോൾ തോന്നിയതല്ല. എന്താടാ? ഹരിയുടെ നിൽപ്പ് കണ്ട് രാജേഷ് ചോദിച്ചു. അവൻ മുന്നോട്ട് വിരൽ ചൂണ്ടി. അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് അവർ നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്താടാ ഹരി? രാജേഷ് അവനെ കുലുക്കി വിളിച്ചു. ഹരിയൊന്നു ഞെട്ടി. അവൻ സംയമനം വീണ്ടെടുത്തു. എന്തു പറ്റിയടാ? അത് അവിടെ. വീണ്ടും അവൻ അവിടേക്ക് നോക്കി. ഇല്ല, അതവിടെ തന്നെയുണ്ട്. അത് മുന്നോട്ട് വിളിക്കും പോലെ അവന് തോന്നി. മറ്റാർക്കും അത് കാണാനാകുന്നില്ലെന്ന് ഹരിക്ക് മനസ്സിലായി. ലോക്കറ്റ് അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ലടാ, വാ. അവൻ ആ കറുത്ത രൂപത്തിന് അരികിലേക്ക് നടന്നു. അടുത്തേക്ക് ചെല്ലും തോറും അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു.
അത് വഴി കാട്ടുകയാണെന്ന് ഹരിക്ക് തോന്നി. അവന്റെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി ഉയർന്നു. പ്രിൻസിപ്പലിന്റെ റൂം എവിടെയാണെന്ന് തിരക്കണ്ടേ? വേണ്ട. ഹരി കൈയെടുത്ത് കാണിച്ചു. 3 പേരും പരസ്പരം നോക്കി. ആ രൂപം ഒരു റൂമിന് മുന്നിലായി നിൽക്കുന്നത് ഹരി കണ്ടു. ഹരി അങ്ങോട്ടേക്ക് നടന്നു. റൂമിന് മുന്നിലെത്തിയപ്പോൾ ആ രൂപത്തെ കാണാനില്ലായിരുന്നു. ഡാ, നീ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? കൃത്യമായി പ്രിൻസിപ്പലിന്റെ റൂമിൽ തന്നെ എത്തിയല്ലോ. അപ്പോഴാണ് ഹരിയും ബോർഡ് നോക്കുന്നത്. അപ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. പ്രിൻസിപ്പലിനെ കാണാനാണോ? അതെ. ഇപ്പോൾ കാണാൻ പറ്റില്ല. എന്താ കാര്യം? മാഡം കുറച്ച് തിരക്കിലാണ്. എന്തു തിരക്ക്? അതൊക്കെ ഞങ്ങൾ എന്തിനാ അറിയുന്നത്? നിങ്ങളൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യൂ. അയ്യോ, അങ്ങനെ പറയരുത്. ഞങ്ങൾക്കിപ്പോൾ കണ്ടേ പറ്റൂ. പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാണ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? വെയിറ്റ് ചെയ്യൂ. അയാൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറാൻ തുടങ്ങി. മുജീബ് പെട്ടെന്ന് അയാളുടെ ഷർട്ടിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചു. ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. പോലീസിലാ ജോലി, ക്രൈംബ്രാഞ്ചിലാ. അയാൾ ഒന്ന് ഞെട്ടിയതായി ഹരി കണ്ടു. അപ്പോഴെങ്ങനാ? ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ? വേണ്ട സർ, അകത്തേക്ക് പോകൂ. അയാളെ വിട്ട് അവർ അകത്തേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ മാഡം. ചെയറിൽ ചാരി ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അവർ മുഖമുയർത്തി നോക്കി. ചോദിക്കാതെയാണോ മിസ്റ്റർ അകത്തേക്ക് വരുന്നത്? ഹരി ഒന്ന് പുഞ്ചിരിച്ചു. ഹരി തിരിഞ്ഞു നോക്കിയപ്പോൾ ധൃതിയിൽ ഫോൺ കയ്യിലെടുത്ത് ആരെയോ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. ഹരി രാഹുലിനെ ഒന്ന് നോക്കി. എന്തോ മനസ്സിലായെന്ന പോലെ രാഹുൽ പുറത്തേക്കിറങ്ങി. ഡോർ അടച്ചു. ഹരി കസേര നീക്കിയിട്ടിരുന്നു. സോറി മാഡം, ചോദിച്ചതാണ്. ബട്ട് മാഡം ഭയങ്കര ബിസി എന്ന് പറഞ്ഞു. അത്രയും നേരം കാത്തു നിൽക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ടാണ്. മിസസ് അരുന്ധതി മാഡം. അവർക്ക് മുന്നിലുള്ള നെയിം ബോർഡ് ചൂണ്ടുവിരലിനാലൊന്ന് ചരിച്ചുകൊണ്ട് ഹരി വിളിച്ചു. അവർ ദേഷ്യത്തോടെ അവനെ നോക്കി. പ്രഭാകർ, ആരാ ഇവരെ അകത്തേക്ക് കയറ്റിവിട്ടത്? അവർ ദേഷ്യത്തോടെ മുന്നിലെ ബെല്ലമർത്തി. മാഡം, അതമർത്തി പൊട്ടിക്കണ്ട. ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. ആദിത്യ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അവരുടെ മുഖത്തും ഒരു ഞെട്ടൽ പ്രകടമായി. പതിയെ അവർ സീറ്റിലേക്കിരുന്നു. ഫുൾ സ്പീഡിൽ ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നുവെങ്കിലും അവരുടെ മുഖത്ത് വിയർപ്പു കണങ്ങൾ പൊടിയാൻ തുടങ്ങി. അതിനേക്കാൾ ഹരി കണ്ടത് അരുന്ധതിക്ക് പിന്നിലായി നിൽക്കുന്ന നിഴൽ രൂപമായിരുന്നു. ഹരി കൈയിലേക്ക് നോക്കി. രുദ്രാക്ഷം രക്തവർണമായിരിക്കുന്നു. ഹരിയുടെ ഉള്ളിലൊരാളലുണ്ടായി. തന്റെ നെഞ്ച് വല്ലാതെ മിടിക്കുന്നത് അവൻ അറിയാൻ കഴിഞ്ഞു. പറഞ്ഞു കേട്ടതും വീഡിയോയിലും ഫിലിമുകളിലുമൊക്കെ മാത്രം കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള നെഗറ്റീവ് എനർജി ഇതാ കണ്ണിനു മുൻപിൽ. അതും തനിക്ക് മാത്രം കാണാവുന്ന രീതിയിൽ. ഹരി കുറച്ചുനേരമായി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് രാജേഷ് അവന്റെ കയ്യിൽ പിടിച്ചു കുലുക്കി. ഹരി ഒന്ന് ഞെട്ടി. എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? അരുന്ധതി ചോദിച്ചു. രാജേഷാണ് മറുപടി നൽകിയത്. സി മാഡം, ഞങ്ങൾക്ക് ആദിത്യനെ കുറിച്ച് അറിയണം. അറിയാമല്ലോ, ഇവിടെ പഠിക്കുമ്പോഴാണ് അവൻ മിസ്സിംഗ് ആകുന്നത്. യെസ്, ആദിത്യൻ ഇവിടെ ബികോം 3rd ഇയർ ആയിരുന്നപ്പോഴാണ് മിസ്സായത്. നല്ലൊരു കുട്ടിയായിരുന്നു അവൻ. ടീച്ചേഴ്സിനൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു. കോളേജിലെ ഏത് ആക്ടിവിറ്റീസിനും മുന്നേ ഉണ്ടാകുമായിരുന്നു. കാണാതാകുന്നതിന്റെ അന്നും അവൻ കോളേജിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലുണ്ടായിരുന്നില്ല എന്നാണ് അറിവ്. വീട്ടിൽ പോയെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. പിന്നെ പിറ്റേന്നാണ് അറിയുന്നത് മിസ്സിംഗ് ആണെന്ന്. അത്രേ എനിക്കറിയൂ. ആദിത്യന്റെ ഫ്രണ്ട്സ് അവരൊന്നും തിരക്കിയില്ലേ? അവരൊക്കെ തിരക്കിയെന്ന് പറയുന്നു. ആദിത്യന്റെ ക്ലാസ് ടീച്ചറായിരുന്നു ദേവി. കൂടുതലായി അവർക്ക് പറയാൻ കഴിയും. അവർ മേശമേലിരിക്കുന്ന ഫോൺ എടുത്തു. ആ ടീച്ചർ ഇവിടെ വരെയൊന്ന് വരൂ. മേ ഐ കമിൻ മാം? ആ വരൂ ദേവി. അവർ അകത്തേക്ക് വന്നു. അവർ അപരിചിതത്വത്തോടെ ഹരിയെയും കൂട്ടരെയും നോക്കി. ഹരിയും അവരെ ശ്രദ്ധിക്കുകയായിരുന്നു. മാം വരാൻ പറഞ്ഞത്? ദേവി, ഇവർ ആദിത്യ മിസ്സിംഗ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. അവർക്ക് എന്തൊക്കെയോ അറിയാനുണ്ട്. യെസ് സർ, ചോദിച്ചോളൂ. ഹരി എഴുന്നേറ്റു. പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ എഴുതിയിരുന്നു ആദിത്യന്റെ കൂട്ടുകാർ 4 പേരെ കുറിച്ച്. സർ, അവർ 4 പേരല്ല 6 പേരായിരുന്നു കൂട്ട്. അതിൽ 2 പേർ പെൺകുട്ടികളായിരുന്നു. എന്ത് കാര്യത്തിനും അവർ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആദിത്യനെ കാണാതാകുന്നതിന്റെ 5 ദിവസം മുൻപായിരുന്നു കോളേജ് ഡേ. അന്ന് എല്ലാത്തിനും മുൻപന്തിയിലായിരുന്നു ആദിത്യനും കൂട്ടുകാരും. കോളേജ് ഡേയുടെ വീഡിയോ, ഫോട്ടോ ഇവയൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ? ഉണ്ട് സർ, ലൈബ്രറിയിലാണെല്ലാം. ഞാൻ എടുത്തുകൊണ്ടുവരാം. വേണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. ദേവി ടീച്ചറിനൊപ്പം 3 പേരും പുറത്തിറങ്ങി. രാജേഷ്, 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ഹരി വീണ്ടും പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കയറി. ഫോണിൽ ആരെയോ വിളിക്കുകയായിരുന്നു അവർ. ഹരിയെ കണ്ട് ഒന്ന് പരുങ്ങി. ഹരിയുടെ നോട്ടം ആ മുറിയിലെമ്പാടും പരതി നടന്നു. എന്താ സർ നോക്കുന്നത്? അരുന്ധതിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഹരി പുറത്തേക്കിറങ്ങി. കുറച്ചുനേരം ആലോചനയോടെ നിന്നിട്ട്
ഹരി ഫോൺ എടുത്തു. ഹലോ ഫാദർ, ഞാനിപ്പോൾ കുമാരപുരത്തുണ്ട്. എനിക്ക് അങ്ങോട്ട് വരണം. ഫാദറിനെ കണ്ടേ പറ്റൂ. ഇന്നു തന്നെ. എപ്പോൾ വരണം? ശരി ഫാദർ, ഓക്കെ. അവൻ ഫോൺ വെച്ചപ്പോഴേക്കും രാജേഷും മുജീബും വന്നു. എല്ലാം കിട്ടിയോ? എല്ലാം ഉണ്ട്. എങ്കിൽ പോകാം. കാറിനരികിൽ രാഹുൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായി? ഹരി ചോദിച്ചു. സേഫായി എത്തിച്ചിട്ടുണ്ട്, ചിരിയോടെ രാഹുൽ പറഞ്ഞു. കാറിലേക്ക് കയറാനൊരുങ്ങിയ രാജേഷ് ഒന്ന് നിന്നു. അവന്റെ നോട്ടം ഒരു പെൺകുട്ടിയിലാണെന്ന് കണ്ട മുജീബ് അവനെ അടിമുടി നോക്കി. കണ്ട പെൺപിള്ളേരെ വായി നോക്കി നിൽക്കാതെ കേറി വാടാ വണ്ടിയിൽ. ചമ്മലോടെ നോട്ടം പിൻവലിച്ച് രാജേഷ് വണ്ടിയിലേക്ക് കയറി. ആവണിയല്ലേടാ അത്? ഹരി ചോദിച്ചു. നീ എന്താ പിന്നെ പരിചയഭാവം പോലും കാണിക്കാതിരുന്നത് രാവിലെ? അവൾക്കും ആ ഭാവം തന്നെയല്ലായിരുന്നോ? ഇനിയൊരു കണ്ടുമുട്ടലുണ്ടാകുമെന്ന് കരുതിയതല്ല. അവൾ ബാംഗ്ലൂരിൽ പോയെന്നായിരുന്നു അറിവ്. പക്ഷേ എന്നാൽ അവളിപ്പോൾ ഇവിടെ എങ്ങനെ? അന്നവൾ പറഞ്ഞതൊക്കെ കളവായിരുന്നോ ഹരി? എല്ലാം കുഴഞ്ഞു മറിഞ്ഞു അല്ലേ? നീ വാ, നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പരിചയക്കാരാണോ? രാഹുലിന്റെ ചോദ്യം കേട്ട് ഹരി ചിരിച്ചു. പരിചയക്കാരാണ്, ഒരു പ്രണയ പരിചയം. അതെന്താ ഞങ്ങളറിയാത്തൊരു പരിചയം? മുജീബ് ചോദിച്ചു. പറയാനാകാതെ പോയ പ്രണയത്തിന്റെ പരിചയം വീണ്ടും ഇതാ വിധി മുന്നിലെത്തിച്ചിരിക്കുന്നു അല്ലേ രാജേഷ്? അവനൊന്ന് പുഞ്ചിരിച്ചു. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടു. അവന്റെ മനസ്സിനുള്ളിൽ ഓർമ്മകൾ തിരമാല പോലെ അടിച്ചുയർന്നു. ഹരി, ഈ ഫോട്ടോ നോക്കൂ. ഇത് ദേവു അല്ലേ? ദേവുവിന്റെ ഫ്രണ്ടാണോ ആദിത്യൻ? ഹരി ഫോട്ടോ വാങ്ങി നോക്കി. ദേവു, അലീന, രഞ്ജിത്ത്, അലക്സ്, ഫൈസി, മാധവ്, ആദിത്യൻ, ഇവരായിരുന്നു ആ ഫ്രണ്ട്സ്. ഇതിൽ ആദിത്യൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഹൈ ക്ലാസ് ഫാമിലിയിലുള്ളവരാണ്. ആ ക്യാമ്പസ് ഭരിച്ചിരുന്നത് ഇവരായിരുന്നു. ഇതിൽ ഇപ്പോൾ നാട്ടിലുള്ളത് ദേവുവും മാധവും മാത്രമാണ്. ഇവർ പോലും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട്. നല്ലപോലെ ക്യാഷ് ഇറക്കി തന്നെയാണ് ഈ കേസ് പൂഴ്ത്തിക്കളഞ്ഞത്. കണ്ടുപിടിക്കണം ഇതിനു പിന്നിലുള്ള ദുരൂഹത. ഹരി പറഞ്ഞു നിർത്തിയതും പിന്നിൽ ടേബിളിന്റെ മേലിരുന്ന ഫ്ലവർ വേസ് താഴേക്ക് പതിച്ചു. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. ഹരിയുടെ കയ്യിലെ ലോക്കറ്റ് വിറയ്ക്കാൻ തുടങ്ങി. റൂമിലെ ജനാലയ്ക്ക് പുറത്തായി ആ കറുത്ത രൂപം നിൽക്കുന്നത് ഹരി കണ്ടു. പെട്ടെന്ന് ശക്തമായി കാറ്റു വീശാൻ തുടങ്ങി. ടേബിളിന്റെ മുകളിലിരുന്ന ഫോട്ടോസ് എല്ലാം നിലത്തു വീണു. അതിൽ നിന്നൊരു ഫോട്ടോ പറന്ന് ഹരിയുടെ മുഖത്ത് തട്ടി നിന്നു. അവനത് കയ്യിലേക്ക് എടുത്തു. കാറ്റ് പെട്ടെന്ന് നിന്നു. ഇതെന്താ പെട്ടെന്നൊരു കാറ്റ്? നിലത്തു വീണ ഫോട്ടോസ് പെറുക്കിയെടുത്തുകൊണ്ട് മുജീബ് ചോദിച്ചു. ഹരി ആ ഫോട്ടോയിലേക്ക് നോക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി സ്റ്റേജിൽ നൃത്തം അവതരിപ്പിക്കുന്ന ഫോട്ടോ ആയിരുന്നു അത്. ഈ ഫോട്ടോയും ആ രൂപവും ഈ കേസും തമ്മിൽ ബന്ധമുണ്ടെന്ന കാര്യം സംശയരഹിതമാണെന്ന് ഹരിക്ക് മനസ്സിലായി. അവൻ ജനലരികിലേക്ക് നോക്കി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹരി വാച്ചിലേക്ക് നോക്കി. സമയം 6 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇറങ്ങുകയാണ്. എനിക്ക് ഫാദർ ഡേവിഡ്സനെ ഒന്ന് കാണണം. ഹരി നിൽക്കൂ, ഞാനും വരുന്നു. രാജേഷും കൂടെ ഇറങ്ങി. രാഹുൽ, നിങ്ങൾ പോകും മുൻപ് അറിയാമല്ലോ. അതൊക്കെ നോ പ്രോബ്ലം. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിക്കോളാം. പിന്നെ ആ അച്ഛന്റെ വല്ല കൊന്തിയോ കുരിശോ ഒക്കെ കൂടി വാങ്ങിക്കൊണ്ടു വായോ, ഇന്നെങ്കിലും കിടന്നുറങ്ങാൻ. രാഹുൽ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. മുജീബ് ഒന്നും മനസ്സിലാകാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ പ്രശ്നം? അതെ, ഒന്നുമില്ല. അവിടെ ചെറിയൊരു പ്രേതശല്യം. അയ്യോ എന്റെ അളിയ, പ്രേതോ? കേട്ടിട്ടില്ലേ മോൻ പ്രേതമെന്ന്? രാഹുൽ ചിരിയോടെ ചോദിച്ചു. രാത്രി വെറുതെ മുറ്റത്തൂടെയൊക്കെ ഉലാത്തലാണ് അതിന്റെ പണി. ഇനി ഉലാത്തില്ലാത്തി മടുക്കുമ്പോൾ വെറുതെ ഇത്തിരി ചോര ഊറ്റാന്ന് തോന്നിയാലോ? വെറുതെ അതിന് കൊടുക്കാനുള്ള ചോരയൊന്നും എന്റെ ദേഹത്തില്ലേ? മുജീബ് വായും തുറന്ന് അവനെ നോക്കി നിൽക്കുകയായിരുന്നു. രാഹുൽ അവനടുത്തേക്ക് വന്നു. മുജീബിന്റെ താടി ചേർത്തടച്ചു. അടക്കിക്കോയ വായ, അല്ലേൽ ഈച്ച കയറിപ്പോകും. അതും പറഞ്ഞവൻ പുറത്തേക്കിറങ്ങി. സമനില വീണ്ടെടുത്തതുപോലെ മുജീബ് അവനൊപ്പം ചെന്നു. നീ എന്തൊക്കെയാ രാഹുലെ പറയുന്നത്? രാഹുൽ നടപ്പു നിർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് മുജീബ്. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് ഞങ്ങൾ എല്ലാവരും അത് കണ്ടു. പോലീസുകാരാണെങ്കിലും നമ്മുടെ യുക്തിക്കും അപ്പുറമുള്ളൊരു കാര്യമാണെന്നറിയാം. പക്ഷേ വാ, അവിടെ കുറച്ച് ജോലിയുണ്ട്. ബാക്കി നമുക്ക് പോയിട്ട് റിസർച്ച് ചെയ്യാം, ഓക്കെ? രാഹുൽ മുന്നിലെ റൂമിലേക്ക് കയറി. അവനെ കണ്ട് റൂമിലുണ്ടായിരുന്ന പോലീസുകാർ എഴുന്നേറ്റു. എന്തായി? ഫോൺ നമ്പർ മൊത്തം ചെക്ക് ചെയ്തു, ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്തു പറയുന്നു? ഒന്നും മിണ്ടുന്നില്ല സർ. നല്ല ഇടി കൂമ്പിന് കിട്ടിയാലേ അവനൊക്കെ വാ തുറക്കൂ. നമുക്ക് തുറപ്പിക്കാം. തൽക്കാലം പുള്ളി റെസ്റ്റ് എടുക്കട്ടെ, ഓക്കെ? ഓക്കെ സർ. അയാൾ നീട്ടിയ ഫയലും വാങ്ങി രാഹുലും മുജീബും പുറത്തേക്കിറങ്ങി. കാറിൽ പോകുമ്പോൾ ഹരി എന്തോ ചിന്തയിലാണെന്ന് രാജേഷിന് തോന്നി.
എന്താടാ നീ ഇത്രയ്ക്കും ചിന്തിച്ചു കൂട്ടുന്നത്? ഒന്നുമില്ലടാ. അതല്ല, നീ അത്രയേറെ കൺഫ്യൂസ്ഡ് ആണ്. എന്താ കാര്യമെന്ന് നിന്നോടും പറയാൻ കഴിയില്ലേ? അത് രാജേഷ്, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യങ്ങളാണ്. നമുക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസം. രാജേഷ് നെറ്റിച്ചുളിച്ച് അവനെ നോക്കി. നീ ഇപ്പോൾ ഡേവിഡ്സൺ അച്ഛനെ കാണാൻ പോകുന്നത് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ടെൻഷനില്ലാതെ നീ അദ്ദേഹത്തെ കാണാൻ പോകില്ലെന്ന് എനിക്കറിയാം. നമ്മൾ കണ്ടിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും നമ്മൾ തമ്മിൽ പറയാത്തതൊന്നുമില്ലല്ലോ. രാജേഷ്, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എന്തെന്നാൽ നമ്മുടെ കൂടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടിപ്പോൾ. ഐ മീൻ എ സോൾ. ആത്മാവോ? അപ്പോൾ രാത്രി നമ്മൾ കണ്ടതുമൊക്കെ അത് ഒരു ആത്മാവ് തന്നെയാണ് രാജേഷ്. ആരാണ്, എന്താണ്, ഏതാണ് എന്നൊന്നും അറിയില്ല. ബട്ട് അത് നമ്മുടെ കൂടെയുണ്ട്. രാജേഷിന്റെ കണ്ണുകൾ കാറിനുള്ളിലാകെ പരതി നടന്നു. ഹരിക്കത് കണ്ടപ്പോൾ ചിരി വന്നു. എന്താടാ മിഴിച്ചു നോക്കണേ? അല്ല ഹരി, നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാര്യം പോലീസാണ്, ക്രൈം ബ്രാഞ്ച് ആണ്. എല്ലാമാണെങ്കിലും ഈ പ്രേതം, പിശാച്, ആത്മാവ്, ആ സാധനങ്ങളൊക്കെ ഒരു പേടിയല്ലേ? പറഞ്ഞതും കേട്ടതുമെല്ലാം വെറും കേട്ടുകേഴ്വിയല്ലെന്ന് വിശ്വസിക്കേണ്ടി വരുന്നത് ഭയമുണ്ടാക്കുന്ന ഒന്ന് തന്നെയല്ലേ ഹരി? നീ പേടിക്കേണ്ട. ഇപ്പോൾ നമ്മോടൊപ്പം ആരുമില്ല. ഒരു പക്ഷേ അത് ആദിത്യന്റെ ആത്മാവായിരിക്കുമോ ഹരി? എങ്കിൽ ആദിത്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ? നമ്മളെ സഹായിക്കുവാൻ വേണ്ടിയാണത് കൂടെയുള്ളതെന്ന് തോന്നുന്നു രാജേഷ്. അതിന്റെ സത്യാവസ്ഥ അറിയാനാണ് ഞാനിപ്പോൾ ഫാദറിനെ കാണാൻ പോകുന്നത് തന്നെ. ഹരിയുടെ കാർ ഒരു വലിയ പള്ളിയങ്കണത്തിലേക്ക് കയറി. കാർ സൈഡിലായി പാർക്ക് ചെയ്തു. രണ്ടാളും ഇറങ്ങി. ആ ജോസേട്ടാ? രാജേഷ്, ഇത് ജോസേട്ടൻ, ഇവിടുത്തെ കപ്പ്യാരാണ്. എന്നതാ കുഞ്ഞെ വിശേഷം? സുഖമാണോ? ഇങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. ഓ, സുഖം ജോസേട്ടാ. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കുറച്ചു ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ മറ്റൊരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. ഇടയ്ക്കൊന്നും വരാൻ പറ്റിയില്ല. എന്നാലും ഫാദറിനെ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. ഓ, അച്ഛൻ പറയാറുണ്ട്. കുഞ്ഞിന്റെ കാര്യവും കുഞ്ഞിന്റെ മുത്തച്ഛന്റെ കാര്യവും ഒരുമിച്ച് പഠിച്ചതുമൊക്കെ. അച്ഛന്റെ അടുത്ത ചങ്ങാതിയല്ലയോ കുഞ്ഞിന്റെ മുത്തശ്ശൻ? എപ്പോഴും ചങ്ങാതിയുടെ വിശേഷം പറച്ചിലാണ്. ആ, അച്ഛൻ വരാൻ കുറച്ച് താമസിക്കും. നിങ്ങൾ വന്നാൽ പള്ളിമേടയിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാനൊന്ന് വീട്ടിൽ പോയച്ചും വരാം. ശരി ജോസേട്ടാ. ഹരിയും രാജേഷും പള്ളിമേടയിലേക്ക് നടന്നു. അവരെ നോക്കി നിൽക്കുകയായിരുന്നു. ഗേറ്റിനു പുറത്തായി 2 മിഴികൾ. ആ മിഴികൾ തീക്കട്ട പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. പള്ളിയങ്കണത്തിലേക്ക് കടക്കാനാഞ്ഞ ആ രൂപം എടുത്തെറിയപ്പെട്ടതുപോലെ തെറിച്ചുപോയി. ആ തീക്കണ്ണുകൾ ഒന്നുകൂടി ചുവന്നു തുടുത്തു.